ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിജയ് യേശുദാസ് ആണെങ്കിൽ എല്ലാവരോടും പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. അതിനുശേഷം മഹിയുടെ ഡ്രസ്സ് ആണെങ്കിൽ അഴുക്കായതുകൊണ്ട് ഒരു ഷോപ്പിൽ കയറി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പോകാമെന്ന് പറയുന്നു. അതേസമയം ഗംഗയാണെങ്കിൽ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരുന്നു. ഗംഗ വീടിനകത്ത് കയറിയതിനു ശേഷം രാഹുൽ ആണെങ്കിൽ റൂമിന്റെ വാതിൽ അടയ്ക്കുകയാണ്. ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട്, രാഹുലേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന്. രാഹുൽ അപ്പോൾ പറയാണ്, നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന്. രാഹുൽ ആണെങ്കിൽ ഗംഗയുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. ഗംഗയാണെങ്കിൽ തട്ടി മാറ്റുന്നുണ്ട്. എന്നെ വിടാനെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നു. ഗൗരിയുടെ ആത്മാവാണെങ്കിൽ എല്ലാം കാണുന്നുണ്ടായിരുന്നു. ഗൗരിയുടെ ആത്മാവും പറയുന്നുണ്ട് ഗംഗയെ വിടാനെന്നൊക്കെ. ഗംഗയാണെങ്കിൽ റൂമിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. വീണ്ടും ആണെങ്കിൽ രാഹുൽ ഗംഗയെ പിടിക്കുകയാണ്. ഗംഗയോട് പറയുന്നുണ്ട്, ഇന്ന് നമുക്ക് രണ്ടുപേർക്കും ഇവിടെ ആഘോഷമാക്കാം. അവരെല്ലാവരും തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ ശവം മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഗൗരിയുടെ ആത്മാവാണെങ്കിൽ ഗംഗയോട് ഓടി രക്ഷപ്പെടാനെന്നൊക്കെ പറയുന്നുണ്ട്. ഗംഗയാണെങ്കിൽ കതക് തുറന്നിട്ട് വീട്ടിന്റെ വെളിയിലേക്ക് ഓടുകയാണ്. പുറകെ ആണെങ്കിൽ രാഹുലും ചെല്ലുന്നു. അതേസമയം കല്യാണ മണ്ഡപത്തിലാണെങ്കിൽ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ശ്രേയാണെങ്കിൽ മണ്ഡപത്തിലേക്ക് വരുന്നു. മുത്തശ്ശി അപ്പോൾ വിചാരിക്കുന്നുണ്ട്, ഗംഗ ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ. ശ്രേയ മണ്ഡപത്തിൽ വന്നതിന് ശേഷം മഹിയോടൊപ്പം ഇരിക്കുന്നു. അതേസമയം വീട്ടിൽ ഗംഗയുടെ പുറകെ രാഹുൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ഗംഗ പുറത്തേക്ക് വന്നതിന് ശേഷം ഗൗരിയെ ബന്ധിച്ചിരിക്കുന്ന ചരടിനകത്തൂടൊക്കെ രക്ഷപ്പെടുകയാണ്. അവിടേക്കാണെങ്കിൽ രാഹുലും വരുന്നു. ഗംഗയാണെങ്കിൽ ആ ചരടുകൾക്കിടയിൽ കയറി നിൽക്കുകയാണ്. ആ സമയത്ത് രാഹുൽ ആണെങ്കിൽ ആ ചരട് പൊട്ടിക്കുന്നു. ആ ചരട് പൊട്ടിക്കുമ്പോൾ ഗൗരി മോചിതയാകുകയാണ്. രാഹുൽ ഗംഗയെ തൂക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. വാതിലിന്റെ അവിടെ ചെല്ലുമ്പോൾ ഗംഗയാണെങ്കിൽ രണ്ട് കൈയും ചേർത്ത് പിടിക്കുകയാണ് അകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. രാഹുലും ഗംഗയും തമ്മിലുള്ള പിടിവലിയിലാണെങ്കിൽ മുകളിൽ കെട്ടിയിരിക്കുന്ന രക്ഷാമണിയാണെങ്കിലും പൊട്ടിപ്പോകുന്നു. രാഹുൽ ആണെങ്കിൽ വീണ്ടും ഗംഗയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്താണെങ്കിൽ ഗൗരി വന്നിട്ട് രാഹുലിനെ തള്ളി മാറ്റുന്നു. ഗൗരി ഒരു വടി എടുത്തിട്ട് രാഹുലിനെ പൊതിരെ തല്ലി ചതയ്ക്കുകയാണ്. അതിനുശേഷം കാല് പിടിച്ച് മേപ്പോട്ട് തൂക്കുന്നുണ്ട്. ഗംഗയാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ എന്താണ് നടക്കുന്നതെന്നൊക്കെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. അതിനുശേഷം ഗംഗ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. അതേസമയം മണ്ഡപത്തിലാണെങ്കിൽ താലി കെട്ടാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് മഹിയുടെ അച്ഛനാണെങ്കിൽ താലി മഹിടയിലേക്ക് കൊടുക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഗൗരി വരുന്നു. താലികെട്ട് നടക്കാൻ പോകുന്ന സമയത്ത് മണ്ഡപത്തിലെ തൂണാണെങ്കിൽ ശ്രേയയുടെ തലയിലേക്ക് വീഴ്ത്തുന്നു. ശ്രേയയുടെ തലയിൽ നിന്ന് ബ്ലഡ് വരികയും ബോധം കെടുകയും ചെയ്യുകയാണ്. അതുമാത്രമല്ല, മണ്ഡപത്തിന് ചുറ്റും തീ വരുത്തുന്നു. അത് കണ്ടിട്ട് ആൾക്കാർ പേടിച്ചോടി പോവുകയാണ്. എല്ലാരും കൂടി പെട്ടെന്ന് ശ്രേയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിയിട്ട് പോകുന്നു. ആ സമയത്ത് ഗംഗയും അവിടേക്ക് വരുന്നു. ഗംഗയാണെങ്കിൽ സീന ചേച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ. സീന അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. മാളു എന്തിയെന്ന് അന്വേഷിക്കുന്നുണ്ട്. അറിയില്ല എന്ന് പറയാണ്. ഉടനെ തന്നെ ഗംഗയാണെങ്കിൽ മാളുവിനെ അന്വേഷിച്ച് അകത്തേക്ക് പോകുന്നു. മാളു ആണെങ്കിൽ തീയുടെ ഇടയിൽ പെട്ടിട്ട് ഗംഗയെന്നും പറഞ്ഞ് വിളിച്ച് കരയുകയാണ്. ഗംഗയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കാനെന്ന് പറയുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലുന്നു. ഗൗരിയും ബഹളം വെക്കുന്നുണ്ട് മാളുവിനോട് അവിടെ തന്നെ നിൽക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. ഗംഗയാണെങ്കിൽ മാളുവിനെ തീയിൽ നിന്നും രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്താണെങ്കിൽ മഹിയും മാളു എന്തിയെന്ന് ഓർക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മഹിയും അവിടേക്ക് വരുന്നു. മഹി നോക്കുമ്പോൾ ഗംഗയാണെങ്കിൽ മാളുവിനെ എടുത്തുകൊണ്ട് വരുന്നു. മാളുവിനാണെങ്കിൽ ബോധം പോയിരുന്നു. മാളുവിനെ ഗംഗയുടെ കയ്യിൽ നിന്നും മഹി എടുക്കുന്നു. അതിനുശേഷമാണെങ്കിൽ മാളുവിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ മാളു എഴുന്നേക്കുന്നില്ല. ഗംഗയും മഹിയും പെട്ടെന്ന് തന്നെ മാളുവിനെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗൗരിയാണെങ്കിൽ എല്ലാം കണ്ടുകൊണ്ട് നോക്കി നിൽക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.